ഞങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ വന്നതാണ്. ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് പോയത്. അമ്മയ്ക്ക് എന്താ അവിടെ? ബ്രാഹ്മൺസിന്റെ ഒക്കെ പല ഭാഗങ്ങളും. അതെ അതെ. ഞങ്ങൾ ഇന്ന് രാവിലെ മൂറണി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി. അപ്പൊ അവര് പറഞ്ഞു അവര് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. വോട്ടേഴ്സ് ഒക്കെ ബാംഗ്ലൂരാണ്. അപ്പൊ ഒന്നിച്ച് കൊണ്ടുവരാൻ IT കമ്പനിയിലും പഠിക്കുന്ന ജോലിയൊക്കെ. അതെ അതെ അതെ. ഞങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. അമ്മ ഡൽഹിയിലാണെന്ന് തോന്നുന്നു അല്ലേ? ശരി ശരി. ഇന്ന് രാവിലെ ഇവിടെ ആള് വന്നു എന്ന് പറഞ്ഞു. മക്കളൊക്കെ എവിടെയാണ്? കോയമ്പത്തൂര്. വോട്ടിന് വരാറുണ്ടല്ലേ? പറഞ്ഞിട്ട് ശ്രീരാം വിളിച്ച് പറഞ്ഞിട്ട്. ശരി. ശ്രീരാമിനെ കൂടെ വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് നമ്പർ തന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്നും കൂടി കോൺടാക്ട് ചെയ്യും. ഒന്നും മിസ്സാക്കരുത്. എല്ലാവരും കൊണ്ടുവന്ന് ജയിപ്പിക്കണം. ശരി ശരി. ഞാൻ കോഴിക്കോടാണ് വീട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു നവ്യ ഹരിദാസ്. ഇത് ചേലക്കരയിലെ സ്ഥാനാർത്ഥി ബാലേട്ടൻ. ബാലകൃഷ്ണനായിരുന്നുള്ള പേരല്ലേ? എല്ലാവരുടെയും പോയി. കൃഷ്ണൻ വേണ്ട അല്ലേ? ഭംഗിയില്ല. നോട്ടീസ് അച്ഛനോടമ്മ ഇല്ല അമ്മ ആമിന് ഇത് ചേലക്കരയിലെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ. ഞങ്ങള് അപ്പൊ ഞങ്ങൾ എല്ലാരും കൃഷ്ണകുമാർജിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് വന്നതാണ്. അതെ അല്ലേ? ഞങ്ങൾ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. ശരി. പുറത്തേക്ക് പോവാൻ നിൽക്കണോ? നോട്ടീസ് സ്ലിപ്പ് എല്ലാം കൊടുക്കും. അവൻ നേരിട്ട് വരും. നമ്മള് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട. ഞങ്ങൾ തുടങ്ങിയിട്ട്. അതെ അതെ അതെ. 20 അറിയാം. 23 അല്ല 20 തീയതി അല്ല ഇന്ന് വൈകിട്ട് പരിപാടി. മാറ്റി പരിപാടി ഇന്ന് വൈകിട്ട് അമ്പലത്തിന് പോകാം. അതെ 20 ഇലക്ഷൻ 23 ഇന്ന് വൈകിട്ടാട്ടോ. അതെ അതെ. ശാഖയിലേക്ക് 20 മനസ്സിലായി. അത് വൈദ്യുതി നോട്ടീസ് കൊടുത്തതാണ്. ശരി. ശരി എന്നാ അല്ല നമ്മുടെ കൂടെ ആളുണ്ട്. എല്ലാ വീട്ടിലും വർക്ക് എവിടെ എത്താത്തതൊന്നുമില്ല.
ഇതിലിപ്പോ എന്തിനാ നമുക്ക് വണ്ടി മാത്രം കൊണ്ടുവരാം രണ്ട് കാറുണ്ടാവും. അന്ന് ഉണ്ടാകുമെന്നുള്ളതാ അല്ലേ? ഇതൊന്നുണ്ട് ഇറങ്ങിക്ക ആളില്ല. രാത്രി